ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് കിച്ചാണ്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങും ഈ പാർട്ടി ചെറിയ പരിപാടികളൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇന്ന്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാം. സാധനങ്ങൾ വാങ്ങി കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഇത്തിരി നേരം പോയി കിടന്ന് ഉറങ്ങണം. എന്നിട്ട് വേണം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മളെ കുട്ടനെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇവിടെയാണ് നമ്മൾ ഷോപ്പിംഗ് നടത്താൻ പോണേ. മെട്രോ 1-2 സ്ഥലത്തു നിന്നായിട്ട് വാങ്ങിയായിരുന്നു നമ്മൾ. അപ്പോൾ ഇവിടെ പോർക്ക് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് വേറെ കുറച്ച് സാധനങ്ങൾ വേറെ സ്ഥലത്തു നിന്ന് വാങ്ങാം. നമ്മളിതേ പോർക്ക് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് ഇങ്ങനത്തെ ഒരു 30% ഓഫിൻ്റെ കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു 3 എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മൾ കുറച്ച് പോർക്കിൻ്റെ സ്കിന്നും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ലൊരു കറി പൂശണം എനിക്ക്. അവൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കും. അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് കാണാം കേട്ടോ. ബാക്കി സാധനങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഫ്രഷ്കോ. അപ്പോൾ നമ്മളവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങി ഇനി നേരെ വീട്ടിലോട്ട്. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ ചാണ്ടി. ബർത്ത്ഡേക്കാരി നല്ല ഉറക്ക. ഹാപ്പി ബർത്ത്ഡേ. എന്ത് മൂത്തോല് മാസ്കാണ് ഇട്ടായിരുന്നാ? അതിൻ്റെ സുനാപ്പിക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇന്നത്തെ ഗിഫ്റ്റ്. ഷൂസ് ദാറ്റ്സ് ഇറ്റ്. ഇന്നെൻ്റെ പിറന്നാളാണല്ലോ. പിറന്നാളല്ലാണ്ട് പിന്നെ മാനിക്കൂട്ട നമുക്ക് വേണ്ടിട്ട് മറ്റേ ക്യാമറ എടുക്കുമ്പോളെ ജിമ്മി പോണ്ടേ. നോക്കട്ടെ, ഞാൻ തരാട്ടാ. മണിക്കൂട്ട നമുക്ക് വേണ്ടിട്ട് പോർക്ക് ഉണ്ടാക്കണ്ട്. പോർക്ക് പക്ഷെ എനിക്ക് പോർക്ക് കഴിക്കാൻ പറ്റില്ല. അരിക്കണ്ട ഉണ്ടാക്കണേ. നമ്മള് ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സിനൊക്കെ വേണ്ടിട്ട് പോർക്ക് ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ ചില്ലി ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചില്ലി ചിക്കനാ ഞാൻ മറ്റേ ക്യാമറ എടുക്കാം. മണിക്കുട്ട മണി ശ്വാസപ്പെട് ശ്വാസപ്പെട്. ആദ്യം നോക്കട്ടെ. ഇളക്കുമ്പോ നമ്മളിങ്ങനെ കൊള്ള കൊള്ള. നീ പോയി എനിക്ക് ഇനി അയറ് പിടിച്ച ഞാൻ കത്തുവോ? നീ അവിടെ പോയി അത് കാട്ടി കൊടുക്ക്. ചില്ലി ചിക്കൻ എത്ര സവാളയുണ്ട് ചേട്ടാ? 4 സവാളയാണ് ഈ കിടന്ന് പെരുകുന്നത്. ഈ സവാള അപ്പൊ നമ്മൾ എന്താണ് ഇത് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇത് മനുവിന്റെ റെസിപ്പിയാണ്. നീ പോയത് നിക്ക്. ഇതില് ഇത് റെസിപ്പി ഞാൻ പിന്നെ പറയാം. ശ്വാസം വിട്ട് ചെയ്യേണ്ട പരിപാടി അത്. ഞാൻ ഇത് കാണിച്ചുതരാം. എന്ത് കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ ചില്ലി ചിക്കൻ. കാണാൻ വലിയ ഗുമ്മിൽ ഇങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അടച്ചിരിക്കാം. മനു പറയൂ, എന്താണ് നിങ്ങളുടെ എന്ത് തരം പോർക്കാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത്? ഇത് അങ്ങനെ പ്രത്യേക പേരൊന്നുമില്ല. ഇത് ഈ ഭാഗം അരിഞ്ഞു വെച്ചതാണോ? പൊടി. അത് എന്റെ ഒരു സ്റ്റൈല് പോർക്ക്. പ്രത്യേകിച്ച് ഒന്നുമില്ല. പോർക്ക് ഇങ്ങനെ മസാലയൊക്കെ പറ്റി മാറ്റി വെച്ചാൽ. എന്താണ് ഈ അടുപ്പ് കാണുന്നത്? നിങ്ങൾക്ക് തീരെ വൃത്തിയും അതെ, നമുക്ക് പാത്രം ഇത്ര വരുത്ത ആൾക്കാർക്ക് ഉണ്ടാക്കാനുള്ള പാത്രം ഇല്ല. അല്ലെങ്കിൽ ഞാൻ ഈ പോർക്കും കൂടി ഇതിന്റെ കൂടിയിട്ടാണ് പടയ്ക്കാറ്. ഇതിപ്പോ പോർക്ക് സെപ്പറേറ്റ് ഒരു ഇതില് ആക്കുക. കാരണം ഇവിടത്തെ കുക്കറിൽ ഇരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പോർക്ക് പെട്ടെന്ന് റെഡിയാവും. ഇല്ല പെട്ടെന്ന് റെഡിയാവും സാധനം. അവസാനം കാട്ടി തരാം ഞാൻ. ഇത് ഇത്തിരി കൂടി വലിയൊരു ഉരുളിയൊക്കെ ആണെങ്കിൽ അങ്ങനെ. അപ്പൊ ഇനി ഇത് കുറച്ചും കൂടി ആയിട്ട് കട്ടി കൊടുക്കടി. ഒന്നും കട്ടി കൊടുത്തിട്ട് കാര്യമില്ല. അവര് എന്നെ കളിയാക്കും എന്നിട്ട് സാധനം പറഞ്ഞു. ടൈം എടുക്കും. ഇതിലുള്ള ടൈം എത്ര ടൈം എടുക്കും അപ്പൊ കാണാം. സ്ലോ കുക്കാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ വല്ലാണ്ട് സ്ലോയില് എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമല്ല. സത്യം പറഞ്ഞ എനിക്ക് അതിനോട് ക്ഷമയില്ല. നമുക്ക് ബൂംബായിന്റെ മാതിരി ഇങ്ങനെ ഓവല് ഇത്ര 15 മണിക്കൂർ വെക്കുക ആ പരിപാടി നമുക്ക് പറ്റില്ല. റെഡി ആയിരിക്കണം നമ്മുടെ പരിപാടി. അങ്ങനെ അപ്പൊ ഇനി ഇതില് ഇല്ലില്ല, നമ്മ തന്നെ ചെയ്യും. ഓക്കെ, കറിയിൽ ഒരാള് സോയാ സോസ് കമത്തി,
കറി കോളാവുന്നല്ല ഓണല്ലേ കഥ ഞാൻ പറയാം. സോയ സോസിൽ ചെറിയൊരു ഓട്ടം ഞെട്ടുണ്ടായുള്ളൂ. ഞാൻ ഇന്നിപ്പോ കറിയിൽ ഒഴിക്കണ നേരത്ത് തുറന്ന് ഇങ്ങോട്ട് ഒഴിച്ചു. ആ ചെറിയ ഓട്ടം ഉള്ളതെന്നാണ് എന്റെ ഉള്ളിൽ മനസ്സിൽ വിചാരം. പിന്നെ എല്ലാം നോക്കണ്ട ആവശ്യം എടുത്ത് അങ്ങോട്ട് ഒഴിച്ച ശേഷം കൊത്തോന്ന് പറഞ്ഞ് വീട് എനിക്ക്. എന്നിട്ട് നോക്കിയപ്പോ ഇല്ല ഇങ്ങനെ ഒഴിച്ചു. അപ്പൊ തന്നെ ആക്കി വേഗം എടുത്തു. എടുത്തപ്പോഴേക്കും കുറെ വീണു. എന്നിട്ട് ഞാൻ മസാല മൊത്തമായി. എക്സ്ട്രാ കുറെ ചാറുണ്ടായി, അത് തൂറ്റി കളഞ്ഞു. അപ്പൊ കറിക്ക് ഇച്ചിരി ഉപ്പ് കൂടി, വേറെ വലിയ പ്രശ്നം. മധുര പഞ്ചസാര ഇട്ടാ മതിയാ, അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിച്ചാൽ മതി. കുറച്ച് മധുരം ഉണ്ടാ ഒരു നുള്ളിട ഉപ്പങ്ങട് ഇതാവും, കലി പോകും. രണ്ട് പിഞ്ചിട്ടോ. കറി നല്ല കറിയാ, പക്ഷെ ഇച്ചിരി ഉപ്പ് കൂടി. എന്ത് കാര്യം കറി നന്നായിട്ട് കൂടിയിട്ട് എല്ലാത്തിനും കാരണക്കാരിയാ. ഞാൻ കുറച്ച് തക്കാളി, അതായത് തക്കാളി കാൻഡ് തക്കാളി ഉണ്ടായി, അപ്പൊ അത് ലേശം ഇട്ടു. ഇത്തിരി കൂടി ഇടും ചിലപ്പോ, അപ്പൊ അതൊന്ന് സെറ്റായി കിട്ടും. അതിൽ കുറച്ച് വെജീസ് ഇട്ടല്ലോ. രണ്ട് നുള്ളു ഇട്ടാ എന്റെ മോനെ. ഇച്ചിരി കൂടെ കളയാനാ മതി അതിട്ടോ. വെറുതെ ഓടിച്ചാ മതി എന്ന് പറഞ്ഞ പോലെ ഒന്നുമില്ലല്ലേ. അരസ്പൂണൊക്കെ ഉണ്ടായിരുന്നു. അരസ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ മധുരക്കറി അല്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങിന്റെ പകുതി ഇട്ടാലോ? വേണ്ട പകുതി ഉരുളക്കിഴങ്ങിൽ ഇടില്ലേ പോർക്കില് ഉരുളക്കിഴങ്ങ് ഇടാൻ പാടില്ലേ? ഇഷ്ടമല്ല. ആര് പറഞ്ഞു? പോർക്കിൽ നല്ല കൂറക്കോ അല്ലെങ്കിൽ കൊള്ളിയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയോ. മേടിച്ചിട്ട് വാ. പിന്നെ ഇപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ശരി, കഷ്ടമാക്കിയ ആശിപ്പിച്ചില്ല മോനെ. എവിടെ നിന്റെ കൈ വരണം? അവിടെ പോയി. കുഴപ്പമില്ല, പൊറോട്ട കൂടി ശരിയാവും. നീ ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ഞാൻ ടേസ്റ്റ് ചെയ്യാന്നിട്ട് വിളിക്കാൻ ഞാൻ ഓടി വരുവാ. അവര് ഓടി വരും 2 കൊല്ലം കഴിഞ്ഞിട്ട്. എന്തായി സാധനം? എന്തായി ഇറച്ചിയുടെ ആത്മാവിന് ഒരു ഉപ്പുടിച്ചുണ്ട്, നല്ലൊരു ഉപ്പുടിച്ചുണ്ട്. ഉപ്പുണ്ട്, ഉപ്പ് അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞാൻ പറയാണെങ്കിലേ ഒരു പൊട്ടറ്റോ അത് വെറുതെ തക്കാളി ഇട്ട സാധനം സെറ്റാ. എടാ മനു, ഞാൻ പറഞ്ഞ പൊട്ടറ്റോ മാറ്റിയ പോരെ, ഞാൻ ചെയ്തുതരാം. അതിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ അവസാനം എന്താ ചെയ്യാ? ഞാൻ തന്നെ വേറെ ആരും അതിന് കാര്യമില്ല. ഇത് എന്തിട്ടത് വീഡിയോ കിട്ടുന്നില്ല. ഒരു പൊട്ടറ്റോ എടുക്കാം, കാണിച്ചു കൊടുക്കും. പൊട്ടറ്റോ കാണിച്ചു കൊടുക്കും. ഒരു പൊട്ടറ്റോ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. പിള്ള വരണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ പൊട്ടറ്റോ ഇടാൻ താല്പര്യം ഇല്ല. പിന്നെ ഉറപ്പുകാരി ഇട്ടിട്ട് ഇടാൻ താല്പര്യം. ചെറിയൊരു കഷ്ണം ഇട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യായി പറഞ്ഞ മാതിരി അല്ലേ? അങ്ങനെ ചെയ്യുന്നതിന് തെറ്റില്ല. ആയിക്കോട്ടെ. ലുക്ക് അറ്റ് ദാറ്റ് ഗയ്സ്, കിച്ചാണ്ടി കളിയാക്കിയിരുന്ന കറി. ലുക്ക് അറ്റ് ദാറ്റ് ബൂം ബാങ്ക് മനുവിന്റെ കറി. ബൂം ബാങ്ക് വിളിച്ചിട്ട് വരുമോ നീ? ലുക്ക് അറ്റ് ക്ലോസപ്പ് കൂടി. എന്റെ പൊന്നു, ലുക്ക് അറ്റ് ദാറ്റ്. നല്ല മല്ലിയിലൊക്കെ കറിയുടെ ഉള്ളില് ഞാൻ എടുത്തിട്ട് അങ്ങനെ മനു കറി അടിപൊളിയാക്കിണ്ടെന്ന് പറയണ. ഗ്രീബീസ് കാരൊക്കെ അരച്ചിട്ട് വെജിറ്റബിൾസ് നമുക്ക് എന്തായാലും ഇതൊക്കെ കഴിപ്പിച്ചിട്ട് എല്ലാരും കൂടെ അഭിപ്രായം പറഞ്ഞാ എന്റെ ചെയ്ത് നോക്കടാ. ഞാൻ റെസ്റ്റ് എടുക്കട്ടെ, പണിക്കണം. പിന്നെ നീ ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കണതാ? അവിടെ ഇരുന്നോ? ഞാൻ കുറച്ചേരം ടി വി കാണണം. ഞാൻ ഇവിടെ ഇരിക്കും. അപ്പൊ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കയാണ്. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഇണ്ടിക്കണ്ട. പോർക്ക് ഉണ്ട്, ചില്ലി ചിക്കൻ ഉണ്ട്, പിന്നെ ഡ്രിങ്ക്സ് ഉണ്ട്. ഡ്രിങ്ക്സ് ബാക്കല്ല. നീ ഇവളെ വാൾമാർട്ടിലാക്കണം. വാൾമാർട്ടിൽ ജോലി ഉണ്ട് ഗൈസ്. ജോലി ഇത് കാണിച്ചെടുത്തതാ. ജോലി കൂറ കൂട്ടും. അയ്യോ അങ്ങനെ പറയരുത്. നമുക്ക് കിട്ടിയ ജോലി നമ്മ അങ്ങനെ പറയരുത്.
ഇനി ഇവിടെ വാൾമാർട്ടിലാക്കണം. വന്നിട്ട് ഞാൻ നേരെ നമ്മുടെ വീട്ടിലല്ല പരിപാടി വയ്ക്കണേ, വേറെ ഒരു ഫ്രണ്ട്സിന്റെ വീട്ടിലാണ് വയ്ക്കണേ. കാരണം നമ്മുടെ വീട്ടിൽ അതിനുള്ള അതായത് ചെറിയ ഒച്ചപ്പാട് വകകളൊക്കെ ഉണ്ടായി അപ്പാർട്ട്മെന്റ് ആണ്. അവിടേക്കൊക്കെ അപ്പുറത്തേക്കൊക്കെ ചിലപ്പോൾ നെയ്ബേഴ്സ് എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഒക്കെ ആയിട്ട് വന്ന പ്രശ്നം. മറ്റൊരു ഫുള്ളൊരു ഡിറ്റാച്ച്ഡ് ഹൗസ് ആണ് അവർ നിൽക്കണേ. അപ്പൊ അവിടെ ആയിരിക്കും പരിപാടി. അപ്പൊ ഇവിടെ ആക്കി അതെ പേടിക്കണ്ട, ഉറക്കൊന്നും വരിക ശരിയായില്ല. ആകെ 2-3 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ള ദിവസം. അതെ പാവം വേണ്ടിട്ടാ 2-3 മണിക്കൂറൊക്കെ ഉറങ്ങി. അതും ക്രിക്കറ്റ് ഒക്കെ ഉണ്ടായിട്ട് ആശാൻ പോവാണ്ടൊക്കെ ഇരുന്നിട്ട് എന്താ ചെയ്യാ, ഭാര്യക്ക് വേണ്ടി ത്യാഗം സഹിച്ചു നോക്കട്ടെ. പനിയാ കൊടയറോക്കട്ടെ എന്റെ ഞാൻ കാണിക്കില്ല. എന്റെ എന്റെ അമ്മയെ എന്റെ കൊളർന്ന് കണ്ടു പേടിക്കും. അതോട് ഞാൻ നിങ്ങളെ കാണിക്കില്ല. മൈലഞ്ചി ഞാൻ ഇട്ടതാ, മനുവിന്റെ മൈലഞ്ചി കാണിച്ചോർത്തെ അത് ഞാൻ ഇട്ടതാ. 10:15 വീട്ടിലടങ്ങി. 10:15 റിച്ചാർഡും ശരണും ഇവളെ എടുത്ത് അങ്ങോട്ട് വരും, ഞാൻ അവിടെ ആയിരിക്കും. ഓക്കെ ഓക്കെ ഇതൊക്കെ എന്തായിരുന്നു? സർപ്രൈസ് ആയിരുന്നു. സർപ്രൈസ് ജോയിൽ എങ്ങനെ വന്നാലും ഞാൻ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഞാൻ അറിയും. പാവം ഇനി എല്ലാ സർപ്രൈസ് ആക്കി വെക്കും എല്ലാ പ്രാവശ്യവും. എല്ലാം ഇത്രക്ക് കുറുക്ക ബുദ്ധിയുള്ളവള്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനല്ല, എനിക്ക് പറ്റിയൊരു അമളിയാ. ഇത്രയൊക്കെ ഉള്ളു, ഞങ്ങൾ അധികം ചലിക്കണില്ല. അതെ വല്ലാണ്ട് നിങ്ങളെ വലുതായി പോകും. ഇനി ബാക്കി അവിടത്തെ വിശേഷങ്ങൾ ഇവിടെ വന്നിട്ട് ഒക്കെ നമുക്ക് കാണിക്കാം. ഓക്കെ അങ്ങനെ കിച്ചാണ്ടിനെ ആക്കിയിട്ട് ഞാൻ ഡോളർമേൽ വണ്ടി നിർത്തിയിട്ട് വീട് അവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി കണ്ട. അപ്പോൾ കുറച്ച് ബലൂൺ, ഡബിൾ സൈഡ് സ്റ്റിക്കർ, ഈ വക സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി എനിക്ക് ജിമ്മിൽ പോകണം. ജിമ്മിൽ പോയിട്ട് ഞാൻ അവിടെ പോയിട്ട് പരിപാടികളൊക്കെ ചെയ്യുള്ളൂ. ഓക്കെ ഇനി നമുക്ക് അവിടുത്തെ പരിപാടി കാണാം. റിച്ചാർഡല്ലേ ആശാൻ അവളെ കൊണ്ടുവരും. ശരണം വെടിയപ്പ് അത്രയ്ക്ക് അതായത് ഇവിടെ എല്ലാവരും ബർത്ത്ഡേ പരിപാടിയായിട്ട് ഓണായിട്ട് നിൽക്കുമ്പോ അളിയ മാത്രം മാറി നിന്ന് ചാറ്റിങ്. അത് എന്തോ ചെന്നതിന്റെ ഒരു ഹാങ് ഓവറാ അല്ലേ? അരികല മീണ്ടാവാ അല്ലേ? നമ്മുടെ പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മ ഇനി നൈസായിട്ട് കേക്ക് മുറിക്കാൻ പോവാ. ഇല്ലില്ല ദിപ്പ ഓണാക്കിയുള്ളൂ ഞാൻ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ കൃഷ്ണ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അതെനിക്കറിയില്ല, ഇതൊക്കെ മാറ്റിക്കോ. ബാക്കി പാട് അതന്നെ. എല്ലാവർക്കും ഞാൻ വാരി തരാം. ചാണ്ടി എല്ലാവർക്കും കൊടുക്കൂ. ഓരോരുത്തർ ചെല്ലു. ലൈറ്റ് ജോയിന നിന്റെ കൈ വരാൻ നോക്കണേ. ഹാപ്പി ബർത്ത്ഡേ ഇവന്മാര് വാങ്ങിയത് അതെ. എടി ഇതെല്ലാരും എടുത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കാം. വീണ്ടും കഴിയാവുള്ളൂ. വേറെ കത്തിയില്ലല്ലോ. അല്ലെങ്കിൽ പറഞ്ഞ മാതിരി നമുക്കറിയില്ലായിരുന്നു. അത് ഐസ്ക്രീം കേക്ക് അല്ലേ? എല്ലാരും ഇവിടെ നിന്ന് തോട്ടാ ഐസ്ക്രീം കേക്ക് ആയോണ്ട്. അതെ എല്ലാരും കോരി കഴിക്കേണ്ടി വരും. എല്ലാരും കോരി കഴിക്കാം. ഒരു ഗ്ലാസ് ഗ്ലാസ് മതിയോ?
ഗ്ലാസ് എടുക്കുന്ന ഏയ്, ഒരാളെ മീനായിട്ട് കിട്ടിയില്ലേ ഇങ്ങ് വാ, ചോല പറ. ശരം ഭായി ഇട്ടിട്ട് കഴിച്ചു. ഇതാണോ പറയണേ? പോട്ടെ, നന്ദിയുണ്ടേ. അല്ലേ? എടാ എല്ലാവരും സ്പൂണോ എന്തെങ്കിലും എടുത്തിട്ട് പോയോ? വെച്ച് പോയി, one sec. ഫ്രീസറിൽ വെക്കേണ്ട കേക്കായിരുന്നല്ലേ? അവിടെ ഇത് ഫ്രീസറിൽ വെക്കണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ അലിഞ്ഞു. അയ്യോ ഒരു വെടി അല്ലേ? അയ്യോ അവിടെ കുറച്ചൊരു വെടി വെച്ച് കളിക്കുന്നു. ഇവിടെ ഫുഡ് ബർത്ത്ഡേ കാര്യം ഇരുന്ന് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. ജെയ്മി സഹായിക്കുന്നു, ആംബ്രോ സഹായിക്കുന്നു, ഞങ്ങളെല്ലാവരും സഹായിക്കുന്നു. ബേസില് കുടിച്ച് സഹായിക്കുന്നു, ജോയില് നോക്കി സഹായിക്കുന്നു. പറാത്ത പിന്നെ നമ്മുടെ അടുത്ത സാധനം എന്താ? പോർക്ക്. പിന്നെ മറ്റേ സാധനം കുറച്ചായിട്ടല്ലേ. ഇനി ചില്ലി ചിക്കൻ ഉണ്ട്, അതും കൂടി ചൂടാക്കിട്ട് ഞങ്ങൾ ഫുഡ് അടിക്കുന്നതാണ്. അരച്ചൊഴിക്കുന്നുണ്ടായിരുന്നു. ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങള് ഈ അറ്റത്തേക്ക് നോക്കട്ടെ. അങ്ങനെ ഞങ്ങള് വീടെത്തി ഗൈസ്. അതെ, വെളുപ്പിന് 3 മണിയായി. അപ്പൊ ഇനി ഉറക്കം വന്നിട്ട് പാടില്ല. അതെ, ഞങ്ങളൊരു സിനിമ കാണാനൊക്കെ ഇരുന്നു, പക്ഷെ അത് മുഴുവിക്കാൻ പറ്റിയില്ല അല്ലേ? എല്ലാരും കൂടെ അവിടെ സിനിമ ഒക്കെ കാണാൻ അവന്മാരവിടെ കാണുന്നുണ്ട്. നമ്മള് ഉറക്ക വന്ന് ഇറങ്ങിട്ട് വേഗം പോകുന്നു. അതെ, അങ്ങനെ ഭയങ്കര സന്തോഷമുണ്ട്. മനു ഒരുപാട് എഫേർട്ട് എടുത്ത് സന്തോഷിപ്പിച്ചു എന്നെ ഒരുപാട്. 2-3 പേരുണ്ടായില്ല, കുറച്ചു പേർക്ക് ഷിഫ്റ്റ് ഉണ്ടായി, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. അതെ, അവരൊക്കെ മിസ് എല്ലാവരും വന്നു. എന്നാലും കൊറേ പേരെ കാണാനും അതെ, നന്നായിരുന്നു. ഭക്ഷണം ഞങ്ങളങ്ങനെ നമ്മള് കൊറേ നാളായില്ലേ ഇങ്ങനെ ഒരു കൂടിയിട്ടൊക്കെ. അപ്പൊ അതില് വലിയൊരു സന്തോഷമുണ്ട്. അങ്ങനെ ഇങ്ങനെ കൊച്ചു സന്തോഷങ്ങളാണ് ജീവിതത്തില് വലിയ വലിയ നമ്മുടെ വലിയ വലിയ ഓർത്തിരിക്കാനും ഇതിനൊക്കെ ഉള്ള ഒരു മൊമെന്റ്സ് ആണ് ഇതൊക്കെ. അപ്പൊ ഇതൊരിക്കലും മറക്കില്ല തീർച്ചയായിട്ടും. എന്റെ സ്നേഹം ഞാൻ അതിലൂടെ അറിയുന്നു. ഓക്കെ, അപ്പൊ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യട്ടെ. അതെ, അങ്ങനെ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ. ബൈ.